ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു 665 കിലോമീറ്റർ എനിക്ക് ഓടാനായി വെറും 2565 രൂപയാണ് എനിക്ക് ചിലവായത്. അതായത് വർക്കല ടു ഗുരുവായൂർ ടു പിന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ കറങ്ങിയിട്ട് 660 കിലോമീറ്റർ ഞങ്ങൾ ഇതുവരെ ഈ വാഹനം ഓടി. ഈ വാഹനം ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നോക്കി, ഇതാണ് നമ്മുടെ വാഹനം. നിസാൻ മാഗ്നറ്റിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണിത്. സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് ഫസ്റ്റ് ഓപ്ഷൻ അത് കഴിഞ്ഞ് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ സാധാരണ CVT അല്ല, മാനുവൽ ഗിയർ ബോക്സിൽ വരുന്നൊരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് എങ്ങനെയാണ് ഈ 660 കിലോമീറ്ററിൽ 2565 രൂപയ്ക്ക് പോകാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഇത് എക്സ്ട്രാ ആയിട്ടൊരു CNG ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CNG സെറ്റിങ്സ് ഒന്ന് കണ്ടാലോ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ CNG സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ സെറ്റിങ്സ് ആണ്, അത് കമ്പനി തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്ന സാധനമാണ്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് CNG വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും സ്പേസ് നമുക്ക് പോകും. പിന്നെ അത്യാവശ്യം വേണ്ട നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇവിടെ വെക്കാം. ഒരു പെട്ടി ഇതൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇൻറ്റീരിയറൊക്കെ നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മൈലേജിനെ പറ്റി പറയുവാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ മൈലേജിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഏകദേശം ഒരു 9 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ പഴയ വിൻറ്റേജ് വാഹനങ്ങളിലൊക്കെ വരുന്നൊരു സംഭവമാണ്. ഈ സ്വിച്ചസൊക്കെ എല്ലാം അങ്ങനെയാണ് വരുന്നത്. വണ്ടിയെ പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല. പിന്നെ ഏകദേശം ഒരു 4 എയർ ബാഗ് ഉണ്ട്. 1 2 3 4 എയർ ബാഗ്. പിന്നെ 4 സ്റ്റാർ സേഫ്റ്റി ആണ് ഇതിൻ്റെ വണ്ടിയിൽ വരുന്നത്. അതായത് ഞാൻ പഞ്ച് അല്ലെങ്കിൽ പിന്നെ നിസാൻ മാഗ്നറ്റാണ് നോക്കിയത്. മാരുതി ഒരിക്കലും നോക്കിയില്ല. മാരുതിയെ കുറ്റം പറയല്ല. പഞ്ച് നോക്കിയപ്പോൾ സമയത്ത് പഞ്ചിനകത്ത് എനിക്ക് പഞ്ച് മേടിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമുക്കത് വാങ്ങിക്കാൻ അഫോർഡബിൾ അല്ല. പിന്നെ നമ്മൾ കുറച്ച് ഇൻറ്റീരിയറൊക്കെ നോക്കുമ്പോൾ, സ്പേസൊക്കെ നോക്കുമ്പോൾ നിസാൻ മാഗ്നറ്റാണ് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത്. കുറച്ചും കൂടി ബോഡി ക്വാളിറ്റിയും ഇതിനെക്കാട്ടിലും ഒരു പോയിൻ്റ് പഞ്ചിന് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏകദേശം അതും പഞ്ചിന് ആയിട്ട് കിടപിടിക്കുന്ന ഒരു സാധനം തന്നെയാണ് നിസാൻ മാഗ്നറ്റ്. ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ ഏകദേശം ടോപ്പ് തന്നെയാണ്. ടോപ്പ് വേരിയൻ്റെക്കാട്ടിലും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് ഇതിപ്പോൾ കീ സ്റ്റാർട്ടാണ്. നമുക്ക് കീ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലോക്ക് ഉൾപ്പെടെയാണ് ഇതിനകത്ത് വരുന്നത്. ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ കീ സ്റ്റാർട്ടില്ല. ബാക്കിയൊക്കെ ഏകദേശം ഫുൾ ഓപ്ഷൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സാധാരണക്കാരായിട്ടുള്ള പറ്റിയിട്ടുള്ള ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് വലിയ വണ്ടി ഒരു സാധാരണക്കാരന് പറ്റിയ ഒരു വാഹനം എന്നാണ്. നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരന് പറ്റി എടുത്ത് ഒരു SUV മോഡലിൽ കുറച്ച് ആഡംബരമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു വാഹനമാണ് എന്ന് മാത്രമാണ്. വലിയ ആഡംബരമായിട്ടൊന്നും പറഞ്ഞതല്ല. നമുക്കൊരു മാരുതിയിലൊരു ചെറിയൊരു വാഹനമുണ്ട്, അത് മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇതെടുത്തത്. അപ്പോൾ ഇതിൻ്റെ മൈലേജിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ 660 കിലോമീറ്ററാണ് നമ്മളിത് ഓടിയത്. ഏകദേശം എനിക്ക് ഈ വണ്ടിക്കകത്ത് CNG നിറച്ചതിൻ്റെ വിലയെന്ന് പറയുന്നത് 2565 രൂപയാണ്. ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം ഞാൻ പെട്രോളിൽ ഓടി. ഈ പെട്രോൾ വാഹനം കൂടിയാണിത്. CNG തീർന്നാൽ പെട്രോളിലേക്ക് മാറാം, പെട്രോൾ തീർന്നാൽ CNGയിലേക്ക് മാറാം. അത് മാനുവലായിട്ട് നമുക്കിവിടെ ട്രാൻസ്മിഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ സെറ്റപ്പ്. സ്വിച്ചിലേക്ക് മാനുവൽ ഇവിടെ പെട്രോളിലും ഇവിടെ CNGയിലാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ ആക്ച്വലി പെട്രോളിൽ ഈ വാഹനം കമ്പനി പറയുന്നത് ഏകദേശം ഒരു 12 to 14 കിലോമീറ്ററാണ് റേഞ്ച് കിട്ടുന്നത്. പക്ഷേ പെട്രോൾ ഓടുമ്പോൾ നമുക്ക് അത്രയും പോലും കിട്ടത്തില്ല. 12 എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-12 കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഏകദേശം ഈ വാഹനം ഇപ്പോൾ ഓടിയിട്ടുള്ളത് കാണിച്ചോ ഇവിടെ, ഏകദേശം ഒരു 2000 ഏകദേശം 3000 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ വണ്ടി ആയിട്ടുള്ളത്. ഇനി CNGയിലേക്ക് ഞാൻ വരുവാണെങ്കിൽ, CNG സെറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 24 ആണ് നമുക്ക് ഫുൾ ACയിൽ. ഈ 660 കിലോമീറ്റർ നമ്മൾ ഓടിയ സമയത്തും ഒരൊറ്റ പ്രാവശ്യം പോലും നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്ത് ഓടിയിട്ടില്ല. ഫുൾ ACയിലാണ് നമ്മൾ ഈ വാഹനം CNGയിൽ ഓടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ വാഹനം ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പറയുന്നൊരു കാരണം, ഈ നിസാൻ എന്തെങ്കിലും ഇവിടെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിന് റീസെയിൽ വാല്യൂ ഒന്നുമില്ല. ഇനിയിപ്പം ഒരു 10 വർഷത്തേക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഇലക്ട്രിക് ആവുന്ന സമയത്ത് നിങ്ങളുടെ മാരുതിയോ ഏത് പെട്രോളോ ഡീസലോ മറ്റ് ഏത് വണ്ടിയായാലും അതിന് ഒന്നും റീസെയിൽ വാല്യൂ കിട്ടത്തില്ല. ഇലക്ട്രിക് വാഹനമാണ്. കാരണം അത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ ട്രിപ്പ് പോയ സമയത്ത് ഏകദേശം ഒരു 660 കിലോമീറ്റർ ഞാൻ ഓടിയ സമയത്ത് CNG നിറയ്ക്കാൻ പല ഭാഗങ്ങളിലും പോയ സമയത്ത് CNGയുടെ സ്റ്റേഷൻസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ലഭ്യതക്കുറവ് എനിക്ക് ചെറുതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ ഓടിയതിന് ശേഷമാണ് നമുക്ക് CNG നിറയ്ക്കാൻ സാധിച്ചത്. ഏകദേശം ഈ CNG എന്ന് പറയുന്നത് 10 കിലോ CNG ആണ്. അതിൽ ഏകദേശം ഒരു ആവറേജ് കയറുന്നത് 8, 8.5, 9 അടുപ്പിച്ച് 9 കയറത്തില്ല, എന്നാലും 8 കിലോ, 2 കിലോ കയറത്തില്ല. 8 കിലോയാണ് കയറുന്നത്. CNGയുടെ വില എന്ന് പറയുന്നത്
രൂപയാണ് ഒരു CNGയുടെ 1 കിലോ CNGക്ക് വരുന്നത്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് ഞാൻ ഈ ഒരു ആവറേജ് 24 കിലോമീറ്റർ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയപ്പോൾ അവിടെ എല്ലാം ഇലക്ട്രിക് സ്റ്റേഷനുകളും ഉണ്ട്. ഇലക്ട്രിക്കിൻ്റെ പണികൾ നടക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് സ്റ്റേഷനിലാണ് കേരളത്തിൻ്റെ മൊത്തം പല ഭാഗങ്ങളിലും പല പെട്രോൾ പമ്പുകളിലും നടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ റീസെയിൽ വാല്യൂ നോക്കിയിട്ട് നമ്മൾ വാഹനം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ, പെട്രോൾ വണ്ടി എടുക്കരുത്, നമുക്കിനി ഒരു പുണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇനി അടുത്ത ജനറേഷൻ വരുന്നത് ഇലക്ട്രിക് വാഹനമാണ്. അപ്പം നമുക്ക് പറ്റുന്ന നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കൊരു ശകല ആഡംബരം കാണിക്കാൻ പറ്റിയൊരു വാഹനം, വില കുറഞ്ഞ ബഡ്ജറ്റിൽ വില കുറഞ്ഞൊരു വാഹനം എന്ന നിലയ്ക്ക് നിസാൻ ഏറ്റവും ബെറ്ററാണ്. നിസാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു വാഹനമല്ല, ചെറിയൊരു വാഹന കമ്പനിയല്ല, നിസാൻ ഇസ് ജപ്പാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ നിസാൻ എടുത്തതിന് ഏകദേശം ഒരു 3000 കിലോമീറ്റർ ഓടി സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. നോക്കിയിട്ട് ബാക്കി ഞാൻ പിന്നെ പറയാം. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്തേ.